ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം പ്രൊഡ്യൂസിംഗ് കൺട്രി. ഒരു വർഷം ഏകദേശം 1500 മുതൽ 2000 സിനിമകൾ വരെ ഇന്ത്യയിൽ നിന്ന് മാത്രം പല ഭാഷകളിലായി റിലീസ് ചെയ്യാറുണ്ട്. തിയേറ്റർ ഓണേഴ്സ്, OTT പ്ലാറ്റ്ഫോംസ്, TV ചാനൽസ്, ഗവൺമെൻറ് എന്നിവർ എങ്ങനെയാണ് സിനിമ എന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നത്? പലരുടെയും ഉള്ളിലുള്ള ചോദ്യമായിരിക്കും ഇത്. ഈ ചോദ്യം ഉൾപ്പെടെ സിനിമ റിലേറ്റഡ് ബിസിനസ്സിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. ये राज भी उसी के साथ चला गया सर. People aren't going to the theaters as much. Got to spend a lot of money on marketing and it's a whole. നേരത്തെ പറഞ്ഞതുപോലെ 2000-ലധികം സിനിമകളാണ് ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് പല ഭാഷകളിലായി ഇറങ്ങുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫിലിം ഇൻഡസ്ട്രികൾ ഹിന്ദി ഭാഷയിലുള്ള ബോളിവുഡ്, തമിഴ് ഭാഷയിലുള്ള കോളിവുഡ്, തെലുങ്കു ഭാഷയിലുള്ള ടോളിവുഡ്, മലയാളത്തിൻ്റെ മോളിവുഡ്, KGF എന്ന സിനിമയ്ക്ക് ശേഷം സാൻഡൽവുഡ് എന്ന കന്നഡ ഫിലിം ഇൻഡസ്ട്രിയും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറാത്തി, ആസാമി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ നിന്നും സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിലും പറയത്തക്ക മേന്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സിനിമകൾ എവിടെയും എത്താതെ പോകുന്നു. കൊറോണയ്ക്ക് മുൻപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നു ബോളിവുഡ്. ഇന്ത്യയിൽ ഇറങ്ങുന്ന മൊത്തം സിനിമകളുടെ വെറും 16% മാത്രമേ ബോളിവുഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നുള്ളായിരുന്നു. എന്നിട്ടും ടോട്ടൽ മാർക്കറ്റിൻ്റെ 45% കളക്ഷനും ലഭിക്കുന്നത് ബോളിവുഡിൽ നിന്നുമാണ്. എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി തെലുങ്കു ഫിലിം ഇൻഡസ്ട്രിയായ ടോളിവുഡാണ്. നിലവിൽ ടോട്ടൽ മാർക്കറ്റിൻ്റെ 27% ബോളിവുഡിൻ്റെ കയ്യിലും 29% ടോളിവുഡിനുമാണ്. കൊറോണയ്ക്ക് മുൻപ് സൗത്ത് ഇന്ത്യ ഫിലിം ഇൻഡസ്ട്രികളായ മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ തുടങ്ങിയ ഭാഷകളിലെ ഫിലിം ഇൻഡസ്ട്രികൾ എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ പോലും വെറും 36% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അത് ഏകദേശം 60% ആയിരിക്കുന്നു. ഇന്ന് ബോളിവുഡിൻ്റെ ഡോമിനൻസ് കുറഞ്ഞു വരികയും ബാക്കി സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രികളെല്ലാം വളർന്നു വരികയുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ബോളിവുഡ് എന്നറിയപ്പെടുന്നത് തന്നെ റീമേക്ക് വുഡ് എന്നാണ്. അന്യഭാഷ സിനിമകൾ റീമേക്ക് ചെയ്ത് റിലീസ് ചെയ്യുന്നതാണ് അവരുടെ പണി. ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാനായിരിക്കണം ഫിലിം മേക്കേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. 6 മാസത്തിനിടയിൽ 100-ലധികം സിനിമകളാണ് മലയാളത്തിൽ നിന്ന് മാത്രം റിലീസ് ചെയ്തത്. അതിൽ 5-6 സിനിമകൾ മാത്രമാണ് വിജയിച്ചത്. പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് വേണം ഫിലിം പ്രൊഡ്യൂസേഴ്സ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാകാൻ. കാരണം സിനിമ എന്നത് ഒരു ആർട്ട് ഫോം എന്നതിലുപരി ഒരു ബിസിനസ്സാണ്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം റിവാർഡ് കൂടും തോറും റിസ്ക്കും കൂടും എന്നുള്ളതാണ്. 3 കോടി രൂപയായിരുന്നു അതിൻ്റെ ബഡ്ജറ്റ്. തിയേറ്ററിൽ നിന്ന് മാത്രം ഈ സിനിമയ്ക്ക് ലഭിച്ചത് 70 കോടി രൂപയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് 3 കോടി എന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 70 കോടി റിട്ടേൺ പ്രൊഡ്യൂസേഴ്സിന് ലഭിച്ചത്. എന്നാൽ ഇത് റെയറായി മാത്രം നടക്കുന്ന കാര്യമാണ്. ഭൂരിഭാഗം സമയങ്ങളിലും സിനിമ ഹിറ്റാകുന്നതിന് പകരം ഫ്ലോപ്പ് ആവുകയാണ് പതിവ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഓഡിയൻസിന് വേണ്ടത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റായി കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ തകർച്ചയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇവിടെ റിവ്യൂവേഴ്സ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതുകൊണ്ടോ പ്രൊഡ്യൂസേഴ്സ് ഫേക്ക് റിവ്യൂ ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും ഒരു സിനിമയും 100 കോടി പോയിട്ട് 10 കോടി പോലും കയറില്ല. അതിന് ഓഡിയൻസ് തന്നെ വിചാരിക്കണം. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഓഡിയൻസ് ഈസ് ദ കിങ്. ഒരു സിനിമ എന്നത് ബിസിനസ് ആയതുകൊണ്ടാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. സിനിമ എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി. സിനിമ എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 4 സ്റ്റേജസ് ആണുള്ളത്. ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്, പ്രൊഡക്ഷൻ സ്റ്റേജ്, പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ്. ഇതിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് സിനിമയ്ക്ക് ആവശ്യമായ സ്റ്റോറിയും സ്ക്രിപ്റ്റും തയ്യാറാക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഓരോ സീനും എങ്ങനെ ഷൂട്ട് ചെയ്യാം, എവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം, ആരൊക്കെ അഭിനയിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പ്രീ പ്രൊഡക്ഷനിൽ പ്ലാൻ ചെയ്തത് പ്രകാരം സിനിമ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിംഗ്, VFX, BGM തുടങ്ങിയ വർക്കുകൾ നടത്തുന്ന സ്റ്റേജാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇതിൽ ഓരോ സ്റ്റേജിലും നല്ല രീതിയിൽ പ്രൊഡ്യൂസർമാർ പണം ചിലവാക്കേണ്ടതായി വരുന്നു. ക്യാമറ എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ അല്ലെങ്കിൽ റെൻറ്റിനെടുക്കാൻ, ക്രൂവിനും കാസ്റ്റിനുമുള്ള റെമ്യൂണറേഷൻ, ഓരോ സ്ഥലത്തും ഷൂട്ട് ചെയ്യുന്നതിനുള്ള പെർമിഷൻ എടുക്കൽ, ട്രാവലിംഗ്, ഫുഡ് എന്നിങ്ങനെ കോടികളുടെ ചിലവാണ് പ്രൊഡ്യൂസർമാർക്ക് ഉണ്ടാകുന്നത്. ലിയോ സിനിമയുടെ ടോട്ടൽ ചിലവെന്ന് പറയുന്നത് 300 കോടിക്ക് മുകളിലാണ്. ഇതിൽ വിജയുടെ റെമ്യൂണറേഷൻ മാത്രം 120 കോടി രൂപയാണ്. ചില ആക്ടേഴ്സ് നേരിട്ട് പൈസ മേടിക്കുന്നതിന് പകരം കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും അവർ മേടിക്കുക. ലാഭമില്ലെങ്കിൽ അവർക്ക് വരുമാനവുമില്ല. അമീർ ഖാനൊക്കെ ഇങ്ങനെയാണ് റെമ്യൂണറേഷൻ മേടിക്കുന്നത്. കൊറോണ സമയത്ത് ടൊവിനോയും സിനിമയ്ക്ക് വേണ്ടി പൈസ മേടിച്ചത് ഇങ്ങനെയായിരുന്നു. പണ്ട് കാലങ്ങളിൽ സിനിമാ പ്രൊഡക്ഷൻ നിർവഹിച്ചിരുന്നത് ഒരു വ്യക്തി ഒറ്റയ്ക്കായിരിക്കും. ആ വ്യക്തി ഒന്നെങ്കിൽ ഏതെങ്കിലും വലിയ രാഷ്ട്രീയക്കാരനോ അണ്ടർവേൾഡിലുള്ള ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബിസിനസ്സുകാരനോ ആയിരിക്കും. ഇങ്ങനെയുള്ളവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ബ്ലാക്ക് മണി വൈറ്റ് ആക്കുക എന്നതായിരിക്കും. ഈ കൂട്ടത്തിൽപ്പെടാത്ത സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തവരിൽ ഭൂരിഭാഗം പേരും കടം കയറി പൊട്ടിയിട്ടേ ഉള്ളൂ. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്നത് ഇത്രയും വലിയ റിസ്ക് ആയതുകൊണ്ടും അതുപോലെ തന്നെ സിനിമാ വ്യവസായം വളർന്നതിൻ്റെ ഭാഗമായി കൂടുതൽ പണം ഒരു സിനിമയ്ക്ക് മാത്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അവസ്ഥയുണ്ടായപ്പോൾ ഉണ്ടായി വന്നതാണ് പ്രൊഡക്ഷൻ ഹൗസുകൾ.
മലയാളത്തിലെ പ്രധാന പ്രൊഡക്ഷൻ ഹൗസുകളാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ്, വേഫാറർ ഫിലിംസ്, മമ്മൂട്ടി കമ്പനി. ലിയോ സിനിമയുടെ ബഡ്ജറ്റ് 300 കോടി രൂപയ്ക്ക് മുകളിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ പ്രൊഡക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് 7 സ്ക്രീൻ സ്റ്റുഡിയോ എന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. പ്രൊഡക്ഷൻ കമ്പനി വന്നതോടുകൂടി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയ റിസ്ക് പലരിലായി ഷെയർ ചെയ്യപ്പെട്ടു. ഉദാഹരണമായി അനുരാഗ് കശ്യപ് ആരംഭിച്ച പ്രൊഡക്ഷൻ കമ്പനിയാണ് ഫാൻഡം. ആ കമ്പനിയിൽ അനുരാഗ് കശ്യപിനെ കൂടാതെ വേറെ പല ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. കൂടാതെ റിലയൻസ് പോലൊരു വലിയ കമ്പനി ഫാൻഡം പ്രൊഡക്ഷൻസിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പടം ഫ്ലോപ്പ് ആയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പണനഷ്ടം പലരിലായി ഷെയർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് ഉണ്ടാകുന്ന പണനഷ്ടം വളരെ ചെറുതായിരിക്കും. അനുരാഗ് കശ്യപ് ഒറ്റയ്ക്കാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ഫ്ലോപ്പിലൂടെ തന്നെ അയാൾക്ക് എല്ലാം നഷ്ടമാകുമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് പടങ്ങൾ ഫ്ലോപ്പായാലും കുഴപ്പമില്ല. ഒരു സിനിമയെങ്കിലും ഹിറ്റായാൽ ലോസായ എല്ലാ പണവും അവർക്ക് തിരിച്ചു കിട്ടും. സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം വായിച്ചാൽ ഈ ട്രിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ബുക്ക് മേടിക്കാനുള്ള ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ടാകും. വായിക്കാൻ താല്പര്യമില്ല, ബുക്ക് മേടിക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഈ ചാനലിലുള്ള സൈക്കോളജി ഓഫ് മണി ബുക്കിൻ്റെ ഓഡിയോ സമ്മറി കേട്ട് നോക്കുക. ചില സിനിമകളുടെ ബഡ്ജറ്റ് വളരെ വലുതാണെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഒന്നിലധികം പ്രൊഡക്ഷൻ കമ്പനികൾ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. ഉദാഹരണത്തിന് എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും തമിഴ് ഇൻഡസ്ട്രിയിലെ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ്. അറിയാത്തവർക്കായി മോഹൻലാലിൻ്റെ ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗമാണ് എമ്പുരാൻ. അതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് പ്രധാനമായും വരുമാനം വരുന്നത് തിയേറ്റർ കളക്ഷനിൽ നിന്നാണ്. 100 കോടി ക്ലബിൽ കയറിയെന്നും 200 കോടി ക്ലബിൽ കയറിയുമെന്നൊക്കെ എപ്പോഴും പറയാറുള്ളതാണെങ്കിലും ശരിക്കും ആ എമൗണ്ട് അല്ല പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്നത്. ഈ 100 കോടി എന്ന് പറയുന്നത് ഗ്രോസ് കളക്ഷൻസ് ആണ്. ഇതിൽ നിന്ന് ടാക്സും തിയേറ്റേഴ്സിന് കൊടുക്കാനുള്ള വിഹിതവും കുറച്ചിട്ടുള്ളതായിരിക്കും പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ കിട്ടുന്നത്. തിയേറ്ററിൽ ഒരു ടിക്കറ്റിൻ്റെ വില 100 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 18% GSTയും 100 രൂപയ്ക്ക് തറയിലാണെങ്കിൽ 12% GSTയും കൊടുക്കേണ്ടതുണ്ട്. GST സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഷെയർ ചെയ്താണ് എടുക്കുന്നത്. കാശ്മീർ ഫയൽസ് എന്ന ഹിന്ദി സിനിമ ഇറങ്ങിയ സമയത്ത് പല ഹിന്ദു ഭരണകർത്താക്കളുള്ള സ്റ്റേറ്റ്സും കാശ്മീർ ഫയൽസ് ടാക്സ് ഫ്രീ ആയി പ്രഖ്യാപിച്ചിരുന്നു. ടാക്സ് ഫ്രീ ആയി പ്രഖ്യാപിച്ചാൽ എൻ്റർടൈൻമെൻറ്റ് ടാക്സും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടാനുള്ള GSTയും ഒഴിവായി കിട്ടും. അപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള GST അവിടെ തന്നെ ഉണ്ടാകും. അത് ഏകദേശം 6% മുതൽ 9% വരെ ആയിരിക്കും. രണ്ടാമതായി പ്രൊഡ്യൂസേഴ്സിന് പൈസ ഉണ്ടാക്കുന്ന വഴിയാണ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ്. ഒരു പ്രൊഡക്ഷൻ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത സിനിമ പിന്നീട് അവർ ആ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാൻ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയെ ഏൽപ്പിക്കുന്നു. ചില സമയങ്ങളിൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒരു കമ്പനി തന്നെയായിരിക്കും ചെയ്യുക. ലിയോ സിനിമയുടെ പ്രൊഡക്ഷൻ 7 സ്ക്രീൻ സ്റ്റുഡിയോ ആയിരുന്നുവെങ്കിലും കേരളത്തിൽ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഗോകുലം മൂവീസാണ്. സിനിമയുടെ റിലീസിന് മുൻപ് സിനിമയുടെ ഒരു സ്ക്രീനിങ് നടത്തും. അവിടെ ആ സിനിമ കാണാൻ ഓരോ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെയും പ്രതിനിധികൾ ഹാജരാകും. അവരിൽ ചിലർക്ക് സിനിമ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. അതിൽ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിൽ ഏത് കമ്പനിയാണോ ഏറ്റവും നല്ല ഡീൽ പ്രൊഡ്യൂസറിന് ഓഫർ ചെയ്യുന്നത് അവർക്ക് അതിന് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് കിട്ടും. ഉദാഹരണത്തിന് ലിയോ സിനിമയുടെ സ്ക്രീനിങ് സമയത്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷനും ഗോകുലം മൂവീസുമാണ് ലിയോയുടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സിന് വേണ്ടി വില പേശിയത് എന്ന് റൂമറുകളുണ്ട്. അവസാനം ഗോകുലം മൂവീസ് റെക്കോർഡ് വിലയ്ക്ക് ലിയോ സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കി. ലിയോ സിനിമയുടെ UK വിതരണാവകാശം സ്വന്തമാക്കിയത് അഹിംസ എൻ്റർടൈൻമെൻറ്റ് എന്ന കമ്പനിയാണ്. ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഒന്നെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നല്ലൊരു വില കൊടുത്ത് മേടിക്കും. ഉദാഹരണത്തിന് ലിയോ സിനിമ ഗോകുലം മൂവീസ് സ്വന്തമാക്കിയത് 20 കോടി രൂപയ്ക്കാണെന്ന് കരുതുക. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി രൂപയാണ് ലിയോ കളക്ട് ചെയ്തത്. അപ്പോൾ ഗോകുലം മൂവീസിൻ്റെ പ്രോഫിറ്റ് 30 കോടി രൂപ. ഇതല്ലാതെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അഡ്വാൻസ് പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നു. പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിതരണാവകാശം സ്വന്തമാക്കിയ ശേഷം അവർ അത് എക്സിബിറ്റേഴ്സിലേക്ക് എത്തിക്കുന്നു. തിയേറ്റർ ഓണേഴ്സ് ആണ് എക്സിബിറ്റേഴ്സ്. പണ്ട് ഫിലിമായിരുന്നു തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നതെങ്കിൽ ഇന്ന് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് സിനിമ തിയേറ്റർ ഓണേഴ്സ് ഡൗൺലോഡ് ചെയ്യുകയാണ്. എക്സിബിറ്റേഴ്സ് തന്നെ 2 തരമുണ്ട്, സിംഗിൾ സ്ക്രീൻ തിയേറ്റേഴ്സും മൾട്ടിപ്ലക്സുകളും. ഇതിൽ സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആണെങ്കിൽ കിട്ടുന്ന കളക്ഷൻ്റെ 25% തിയേറ്റർ ഓണേഴ്സും 75% പ്രൊഡ്യൂസറിനുമായിരിക്കും. എന്നാൽ മൾട്ടിപ്ലക്സ് ആണെങ്കിൽ ഓരോ ആഴ്ചയിലും ഓരോ റേഷ്യോ ആയിരിക്കും. ആദ്യത്തെ ആഴ്ച 50-50 എന്ന രീതിയിലായിരിക്കും. രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും 60% മൾട്ടിപ്ലക്സ് ഓണേഴ്സിനും 40% പ്രൊഡ്യൂസേഴ്സിനുമായിരിക്കും. മൂന്നാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും 70% മൾട്ടിപ്ലക്സ് ഓണേഴ്സ് എടുക്കും, 30% മാത്രമായിരിക്കും പ്രൊഡ്യൂസേഴ്സിന് കിട്ടുക. ഇതിന് കാരണം മൾട്ടിപ്ലക്സിലെ ടിക്കറ്റ് റേറ്റ് ആണ്. സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളുടെ ടിക്കറ്റ് വിലയുടെ ഇരട്ടിയിലധികം വില മൾട്ടിപ്ലക്സ് ടിക്കറ്റിനുണ്ട്. ഒരു സിനിമയുടെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻ നടക്കുക. അതുകൊണ്ട് ഈ റേഷ്യോ പ്രൊഡ്യൂസേഴ്സിനെ മോശമായി ബാധിക്കാറില്ല. അതുമാത്രമല്ല അവർക്ക് കൂടുതലും പൈസ കിട്ടുന്നത് മൾട്ടിപ്ലക്സുകളിൽ നിന്നുമാണ്. മൾട്ടിപ്ലക്സ് വന്നതിന് ശേഷമാണ് 100 കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് നിസ്സാരമായി മാറിയത്.
മൂന്നാമതായി പ്രൊഡ്യൂസേഴ്സിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന വഴിയാണ് ഡിജിറ്റൽ റൈറ്റ്സ് വിൽക്കുന്നത്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾക്ക് സിനിമ സ്ട്രീം ചെയ്യാനുള്ള അവകാശം വിൽക്കുന്നത് വഴിയാണ് ഈ പണം ലഭിക്കുക. തിയേറ്ററിൽ ഇറങ്ങാതെ നേരിട്ട് OTT റിലീസ് നടത്തുകയാണെങ്കിൽ കൂടുതൽ പൈസ പ്രൊഡ്യൂസേഴ്സിന് കിട്ടും. തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് OTTയിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും അധികം പൈസയായിരിക്കും പ്രൊഡ്യൂസേഴ്സിന് കിട്ടുക. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് തങ്ങളുടെ ലാഭം മാത്രം നോക്കുന്നു എന്ന് പറഞ്ഞ് തിയേറ്റർ ഓണേഴ്സ് പ്രശ്നമുണ്ടാക്കി. കാരണം നേരത്തെ തന്നെ OTTയിൽ സിനിമ വന്നാൽ ആളുകൾ തിയേറ്ററിൽ പോകുന്നത് മടിക്കും. അത് തിയേറ്ററുകാർക്ക് നഷ്ടമുണ്ടാക്കും. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ റൂൾ വന്നത്. മിനിമം 45 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ സിനിമ OTT റിലീസ് ചെയ്യാൻ പറ്റൂ. OTT പ്ലാറ്റ്ഫോമുകൾ ഈ സിനിമ ഓൺലൈനിൽ സ്ട്രീം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. പ്രധാനമായും സബ്സ്ക്രിപ്ഷൻ വഴിയാണ് OTT പ്ലാറ്റ്ഫോമുകൾ വരുമാനം കിട്ടുന്നത്. ഇതുകൂടാതെ പരസ്യം കാണിച്ചും അവർ പൈസ ഉണ്ടാക്കുന്നു. നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണല്ലോ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സിനിമ സ്ട്രീം ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് അഥവാ ഡേറ്റ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാൽ ലാഭം കിട്ടുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിനാണ്. ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ 4Kയിലോ HDയിലോ നമ്മൾ കാണുമ്പോൾ വലിയ തോതിലാണ് നമ്മുടെ ഡേറ്റ തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ് കൂടുതൽ ലാഭത്തിലേക്ക് പോകുന്നു. ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർ അതാത് OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്നു. നാലാമതായി പ്രൊഡ്യൂസേഴ്സ് പണമുണ്ടാക്കുന്ന വഴിയാണ് സാറ്റലൈറ്റ് റൈറ്റ്സ്. അതായത് TV ചാനലുകളിൽ സിനിമ സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം TV ചാനൽസ് മേടിക്കുന്നതിലൂടെയാണ് പ്രൊഡ്യൂസേഴ്സ് പൈസ ഉണ്ടാക്കുന്നത്. TV ചാനൽസ് സിനിമ സംപ്രേഷണം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരസ്യത്തിലൂടെയാണ് അവർക്ക് പൈസ കിട്ടുന്നത്. കാണാൻ ഒരുപാട് ആളുകളുള്ള, അതായത് TRP റേറ്റിംഗ് കൂടുതലുള്ള സിനിമകളാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനിടയിൽ വരുന്ന ഓരോ സെക്കൻഡ് പരസ്യത്തിന് തന്നെ TV ചാനലുകൾ ലക്ഷക്കണക്കിന് പൈസയാണ് ഈടാക്കുന്നത്. അഞ്ചാമതായി പ്രൊഡ്യൂസേഴ്സ് വരുമാനമുണ്ടാക്കുന്ന വഴിയാണ് ഓഡിയോ റൈറ്റ്സ് വിൽപ്പന. സിനിമയിലുള്ള പാട്ടുകൾ പല ഓഡിയോ കമ്പനികൾക്ക് വിൽക്കുന്നതിലൂടെ ഇവിടെ പ്രൊഡ്യൂസേഴ്സിന് പൈസ കിട്ടുന്നു. സോണി മ്യൂസിക്, T-Series ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ ഓഡിയോ കമ്പനികൾ YouTube ചാനലിലിട്ട് പൈസ ഉണ്ടാക്കുന്നു. സ്പോട്ടിഫൈ പോലുള്ള ആപ്പുകൾക്ക് ഇത് നൽകിയും പൈസ ഉണ്ടാക്കുന്നുണ്ട്. സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങുന്നതിന് മുൻപ് ഇതുപോലുള്ള റൈറ്റ്സ് വിറ്റ് മാത്രം പൈസ ഉണ്ടാക്കുന്നതിനെയാണ് പ്രീ ബിസിനസ് കളക്ഷൻ എന്ന് പറയുന്നത്. ലിയോ സിനിമ പ്രീ ബിസിനസ്സിലൂടെ മാത്രം 300 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ലിയോയുടെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സും സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയത് സൺ TVയുമാണ്. സിനിമ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.